നബി ഞങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ജനങ്ങൾ ശപിക്കുന്ന 3 സ്ഥലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ. ഇത്തഖൂവൽ മലാഇന സലാസ്, ജനങ്ങൾ ശപിക്കുന്ന, ജനങ്ങൾ ശാപമുണ്ടാക്കുന്ന, ജനങ്ങൾ ശാപവാക്കുകൾ പറയുന്ന 3 സ്ഥലങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. അത്തബവ്വുനു ഫിൽ മവാരിദി വഫിൽ ളില്ലി വഫീ ത്വരീഖിൻ നാസ്, വെള്ളമൊഴുകി വരുന്ന സ്ഥലങ്ങളിൽ, തോടുകളിൽ, പുഴകളിൽ മൂത്രമൊഴിക്കുന്നത് നിങ്ങളത് ചെയ്യരുത്. ജനങ്ങളതറിഞ്ഞാൽ നിങ്ങൾ ശപിക്കും. ശപിക്കൂലേ? വഫിൽ ളില്ലി, തണലുള്ള സ്ഥലങ്ങളിൽ, വൃക്ഷത്തിന്റെ തണലുകളിൽ, ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിൽ പോയി മൂത്രമൊഴിക്കാൻ പാടില്ല. ബസ് സ്റ്റാൻഡുകളിലൊക്കെ എഴുതിച്ചിട്ടുണ്ടാവും ഇവിടെ മൂത്രമൊഴിക്കരുത്. അവിടെ ഉണ്ടാകും തുണി പൊത്തി പിടിച്ചിട്ട് ഓരോരുത്തർ. സുബ്ഹാനല്ലാഹ്. ബസ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും യാത്രക്കാരും ബസ് സ്റ്റാൻഡിന്റെ മറവിലേക്ക് കണ്ട് പോവാണ്. മറവൊന്നുമില്ലൊരു എന്താണ് മറവ്? അല്ലാഹു അഅലം. ഇവിടെ മൂത്രമൊഴിക്കുന്നത് എഴുതിയിട്ടുണ്ട്. ഇവിടെ തുപ്പരുതാണ് അവിടെ തുപ്പണം എന്ന് ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഇവിടെ മൂത്രമൊഴിക്കുന്ന ഇവിടെ തന്നെയാണ് ഒഴിക്കേണ്ടത്. ആരോടായി വൈരാഗ്യം തീർക്കുന്നത്? മുസ്ലിമീങ്ങൾ ഇത് ചെയ്യാൻ പാടില്ലേ? നമ്മൾ ചെയ്യരുത്. നമ്മുടെ ശറഅ് ഭയങ്കരമാണ്. ഇസ്ലാം എന്ന് നമ്മൾ എന്ത് വിചാരിച്ചു? പള്ളിയിൽ പോയി നിസ്കരിക്കലോ ഉംറ ഹജ്ജും ഇതുള്ളൂ ഇസ്ലാം? ഇസ്ലാം ഭയങ്കരമാണ്. ഇതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ പോകുന്ന വഴിവക്കുകളിൽ നിങ്ങൾ മൂത്രമൊഴിക്കാൻ പാടില്ലാതെ ജനങ്ങൾ ശപിക്കുന്ന വിഷയമാണ്. പിന്നെണ്ടോ വേസ്റ്റ് എറിഞ്ഞു പോകുന്നത്, ചിക്കൻ പാർട്സിന്റെ വേസ്റ്റ് കിട്ടു പോകുന്നത്? ഗുരുതരമായ തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. ഇത്തഖൂവൽ മലാഇന സലാസ്, നാടുകളിൽ ആരോഗ്യമുണ്ടാവാനും രോഗികളുടെ എണ്ണം കുറയുവാനും ജനങ്ങൾക്ക് ആരോഗ്യമുള്ള, സുരക്ഷിതത്വമുള്ള നല്ല ചുറ്റുപാടുകൾ ഉണ്ടാകാനും 3 സ്ഥലങ്ങളിൽ നിങ്ങൾ വിസർജ്യങ്ങൾ ചെയ്യരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1 വെള്ളമുള്ളിടത്ത്, 2 തണലുള്ളിടത്ത്, ബസ് സ്റ്റാൻഡിലാവാം, ബസ് സ്റ്റോപ്പിലാവാം. 3 വഫീ ത്വരീഖിൻ നാസ്, ജനങ്ങൾ കടന്നു പോകുന്ന വഴിവക്കുകളിൽ മൂത്രമൊഴിക്കരുത്. ആര് പറഞ്ഞു? നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ അങ്ങാടികളിലും റോഡുകളിലുമുള്ള ചപ്പ് ചവറുകളും വേസ്റ്റുകളും നമ്മൾ മാറ്റിയെടുക്കേണ്ടതല്ലേ? ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബു ത്വയ്യിബ, അല്ലാഹു നല്ലവനാണ്, നല്ലത് അല്ലാഹുവിന് ഇഷ്ടമാണ്. നദീഫുൻ യുഹിബ്ബുൻ നദാഫ, നിബിധങ്ങളായി പറയുന്നത് അല്ലാഹു വൃത്തിയുള്ളവനാണ്, വൃത്തി അല്ലാഹുവിന് ഇഷ്ടവുമാണ്. ഫനളിഫു വഫനിയതകും, നിങ്ങളുടെ മുറ്റം നിങ്ങൾ വൃത്തിയാക്കണേ എന്ന് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മുറ്റമടിച്ചു വാരുന്നത് ഒരു ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന വിഷയമാണ്. നിങ്ങളുടെ മുറ്റം വൃത്തിയാക്കണം. അവിടുത്തെ കളകൾ നിങ്ങൾ പറിച്ചെടുക്കുന്നത്, വീടിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കുന്നത് ഒരു മുസ്ലിമിന്റെ സംസ്കാരമാണ്. വദൂറക്കും, നിങ്ങളുടെ വീടുകൾ വൃത്തിയാക്കണം. അങ്ങനെയാണ്. ചിലപ്പോൾ പെയിന്റൊക്കെ ഒരുപാട് പഴകിപ്പോയെങ്കിൽ അള്ളാഹു നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ പെയിന്റ് അടിക്കാം. തുരുമ്പ് വന്ന് കിടക്കാണ്, ഗേറ്റ് ആരുടെങ്കിലും കൈതട്ടിയാൽ പോയിസനായി പോകും. ഒന്ന് മാറ്റിയിട്ട് നല്ലത് വെക്കുക, കൂലി കിട്ടും. നല്ല നിയ്യത്തോടുകൂടെ ചെയ്താൽ നമ്മൾ ചെയ്യും. ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ട് എന്നാൽ പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുക. പെണ്ണുങ്ങൾ വല്ലാണ്ട് തിരക്കി പിടിച്ചിട്ട് അന്ന് ബെഡ്ഷീറ്റ് മാറ്റും, അന്ന് അവര് കിച്ചൺ വൃത്തിയാക്കും, ബാത്റൂം വൃത്തിയാക്കും, പാത്രങ്ങൾ വൃത്തിയാക്കും. എന്തിന്? ഇന്ന് അതിഥികൾ വരുന്നുണ്ട്. അത് പെണ്ണുങ്ങളുണ്ടെങ്കിൽ പറയും വേണ്ട, അവർക്ക് 4 കണ്ണായിരിക്കും, എന്തുകൊണ്ട് എല്ലാം വൃത്തിയാക്കാം. നല്ല കാര്യമാണ് പെണ്ണുങ്ങളെ. പക്ഷെ അല്ലാതെ ഇത് കൂലിയിട്ടില്ല. നിങ്ങൾ ചെയ്തത് ആ വിരുന്നുകാർക്ക് വേണ്ടി മാത്രമാണ്. ആ പണി ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലാഹുവേ ഇന്നക നദീഫുൻ തുഹിബ്ബുൻ നദാഫ, നീ വൃത്തിയുള്ളവനാണ്, നിനക്ക് വൃത്തി ഇഷ്ടമാണല്ലോ റബ്ബേ, അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അതിന്റെ കൂട്ടത്തിൽ വിരുന്നുകാർക്കും അല്ലാഹുവിന് വേണ്ടി ചെയ്താൽ അതിന് കൂലിയുണ്ട്. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കല്യാണത്തിന് പെയിന്റ് അടിച്ചു. എന്തിന്? നാട്ടുകാരെ വരുമ്പോ ഒന്നും പറയണ്ട, അതിന് കൂലിട്ടൂല, പെയിന്റിന്റെ പൈസ നഷ്ടമായി പോകും. അല്ലാഹുവിന് ഇഷ്ടമാണ് വൃത്തിയാക്കൽ. എന്നാ ഞാൻ വൃത്തിയാക്കട്ടെ, ഒരു പുതിയ പെയിന്റ് ഒക്കെ അടിച്ചു പുരക്ക്, അതിന് കൂലി കിട്ടും. ഇതാ അത്ര വ്യത്യാസമുള്ള ഒരൊറ്റ നിയ്യത്തിന്റെ കാര്യമാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, വലാ തശബ്ബഹു ബിൽ യഹൂദ് അല്ലതി തജ്മഉൽ അഖബാദ ഫീ ദൂരിഹാ, നിങ്ങൾ ജൂതന്മാരുടെ കൂടെ പോവരുത്, ജൂതന്മാരെ പോലെ ആയിപ്പോവല്ലേ. അവര് വീടുകളിൽ മാംസം അങ്ങനെ അറുത്തതിന്റെ ശേഷം കൊണ്ടുവന്ന് വെക്കുന്നവരാണ്. ഫ്രിഡ്ജിലല്ല, റൂമിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കുന്നവരാണ്. അന്നത്തെ കാലത്ത് അതിൽ ചോര ഒലിക്കും, വീടുകളിൽ മോശമായ ദുർഗന്ധമുണ്ടാകും. നിങ്ങൾ അവരെ പോലെ ആവരുത് എന്ന് പറഞ്ഞാൽ, വല്ല ഫ്രിഡ്ജൊക്കെ നമ്മള് മാംസം കൊണ്ടുപോയി വെക്കുന്ന ഫ്രിഡ്ജുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ 2 മാസം കൂടുമ്പോഴേ എല്ലാം എടുത്തു മാറ്റി ഒന്ന് വൃത്തിയാക്കുക. കൂലി കിട്ടും. ദുർഗന്ധം വരാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയാക്കുക.
صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.